ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല, പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയും കൊണ്ടാണ് കേട്ടോ ആമി പോണത്. കൊടുക്കൂ, ചിറ്റയുടെ കയ്യിൽ കൊടുക്കോ? കയ്യ പിടിക്കേ. ഓ, കുക്കാപ്പി അമ്മനെ നോക്കണ്ട കേട്ടോ. കുക്കാപ്പി കുക്കാപ്പി ചിരിക്കൂ. ആ ആ കുക്കാപ്പീനെ വന്നില്ലട്ടാ. അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിട്ടും കുട്ടികളുടെ കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ബിരിയാണിയും കഴിച്ച് ഞങ്ങളങ്ങനെ കിടന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് തൃശ്ശൂർ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ വിശേഷം? ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് കേട്ടോ. വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ തൃശ്ശൂർ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. സിസ്റ്ററും മോനും തൃശ്ശൂർ പോയി വന്നിട്ട് അങ്ങനെ സിസ്റ്ററുടെ ഹസ്ബൻഡ് വീട്ടിൽ പോയി. അപ്പോൾ ഇപ്പോൾ ഞാനും ആമയും മാത്രമേ ഉള്ളൂ ഇവിടെ. ആര്? ഇത് അമ്മയ്യ? ആമിക്കുട്ടിയല്ലേ? അപ്പം അമ്മിണി ആരാ? അമ്മയ്യ തന്നെ അമ്മിണിക്കുട്ടി. അമ്മിണിക്കുട്ടിയും ആമിക്കുട്ടിയും അമ്മയ്യൊക്കെ ഇതാണോ? ഒരു പാട്ട് പാടൂ. ഇതാ മണി ഒരു പാട്ട് പാടൂ. കാത്തുമേലെ ഒന്ന് കളിക്കൂ, ഡാൻസ് കളിക്കൂ. തൃശ്ശൂർ പോയി വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് എണീറ്റു. ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കുറേ ദിവസമായിട്ടോ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. ആമിക്ക് വയ്യായിരുന്നു, നല്ല പനിയായിരുന്നു. ആമയുടെ പനി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് പനിയായി. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ്
2 ദിവസമായിട്ടാണ് ഒന്ന് നോർമലായത്, പനിയൊക്കെ ഒന്ന് വിട്ട് ശരിയായത്. ആമിയൊക്കെ ഉഷാറായത് ഇപ്പോൾ 2 ദിവസമായിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാം. ആദ്യം വിചാരിച്ചത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം അങ്ങനെ. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ രാവിലത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം ഞങ്ങൾ വന്നതിൻ്റെ കുറച്ച് ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും പിന്നെ ഈവനിങ്ങിലത്തെ കുറച്ച് പരിപാടികളും കൂടി നിങ്ങളെന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ചിക്കൻ മേടിക്കാം, ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് ചിക്കൻ സെൻറ്റർ, അവിടേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ എത്ര കിലോ പറഞ്ഞു വെച്ചാൽ അത്രയും നമുക്ക് വീട്ടിലേക്ക് എത്തിച്ച് തരും. അപ്പോൾ ഒന്ന് ചിക്കൻ ഉണ്ടാക്കണം. അപ്പോൾ ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രിക്ക്. അപ്പോൾ പൊറോട്ടയും മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് പൊറോട്ടയും ചിക്കനുമാണ് ഇന്ന് ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമുക്കൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാം, ചായ കുടിക്കാം, വരൂ, ചായ കുടിക്കാൻ വരൂ, ചായ കുടിക്കാൻ വരൂ, വരൂ, പോവാം കുഞ്ഞാൻ, ചായ കുടിക്കാം. അപ്പോൾ ഞങ്ങൾ ഉമ്മറത്തിരുന്നിട്ട് ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഓരോന്ന് സംസാരിച്ചിരുന്ന് അമ്മയോട് വർത്താനം പറഞ്ഞ് ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഇത്ര ദിവസം എന്താ അമ്മന് വീഡിയോ ഇടാഞ്ഞെന്ന് പറയൂ. അമ്മനിച്ച് വാവു ഉണ്ടായിരുന്നോ, പനി ഉണ്ടായിരുന്നോ പറയൂ, വാവു പറ്റി പറയൂ. അമ്മണി കാണാനില്ല, എവിടെ അമ്മണി? അതാ അമ്മണിക്ക് പനി വന്നോ, അമ്മണി വാവു വന്നോ പറയൂ. ഡോക്ടറെ കാണാൻ പോയാ? ഡോക്ടറെ കണ്ടുവോ? അമ്മണി കാണാനില്ല, അമ്മണി കാണാ. അതാ പറയൂ, അമ്മണി ഡോക്ടറെ കണ്ടോ പോയിട്ട്? എന്ത് പറഞ്ഞു ഡോക്ടർ? സൂചി വെച്ചോ? എവിടെ സൂചി വെച്ചത്? എവിടെ സൂചി വെച്ചു അമ്മണിക്ക്? അവിടെ സൂചി വെച്ചോ? പിന്നെന്താ പറഞ്ഞ ഡോക്ടർ? പറയൂ, മരുന്ന് തന്നോ? മെഡിസിൻ തന്നോ ഡോക്ടർ? എത്ര എണ്ണം? 1 മെഡിസിൻ തന്നു അല്ലേ? കുടിക്കണ്ട? മതി ചായ കഴിഞ്ഞു. പാപ്പു കൊടുക്കൂ, പാപ്പു വേണോ ചോദിക്കൂ. വേണോ? അമ്മ കഴിക്കൂ. നമ്മുടെ ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ എത്തിട്ടോ. ഇനി ചിക്കൻ കഴുകുക, ചിക്കൻ കറിയിലേക്ക് വേണ്ട സവാളയും തക്കാളിയും സംഭവങ്ങളും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കുക, അതൊക്കെയാണ് അടുത്ത പരിപാടി. അങ്ങനെ ജോലി കഴിഞ്ഞ് അമ്മ എത്തി കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ചിക്കൻ കഴുകി തരാം, ബാക്കി എനിക്ക് വേണ്ട പരിപാടികളൊക്കെ നോക്കിക്കോ. അപ്പോൾ നമുക്ക് ലാഭമായില്ലേ, നമ്മുടെ പണി വേഗം കഴിയും ചെയ്യും. കഴുകി തന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോഴേക്കും ഞാൻ എല്ലാം അരിഞ്ഞ് വെക്കേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി അരിഞ്ഞ് വെച്ചു. ചിക്കൻ ഉണ്ടാക്കണ കുക്കിംഗ് പരിപാടി ഒന്നും കാണിക്കണില്ല കേട്ടോ, കാരണം ഓൾറെഡി ഞാൻ ചിക്കൻ വെക്കണത് ഞാനൊരു ദം ബിരിയാണിയുടെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയത്. ബിരിയാണി അല്ല എന്നുള്ളൂ, ചിക്കൻ കറി ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ മസ്റ്റായിട്ടും പോയി കാണുക, അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഉള്ള ചിക്കൻ കറിക്ക്
മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയിന് വേണ്ടതും മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഞാൻ 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ തുടങ്ങിയത്. മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രഷായിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഫ്രൈ ചെയ്യണത് പിന്നെ ആ ടൈമിലാണ് ഞാൻ ഫ്രൈ ചെയ്യുള്ളൂ, കഴിക്കാറാവുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ കറി നമ്മൾ സെറ്റായി. അങ്ങനെ ഒരു 8-8:30 ആയപ്പോൾ ഹസ്ബൻഡ് വന്നു കേട്ടോ. വരുമ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല അടിപൊളി പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കൂട്ടിയിട്ട് ഡിന്നർ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.